നമുക്കെല്ലാവർക്കും എങ്ങനെ ഒരു സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാം ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സാലറി ഉണ്ടെങ്കിൽ പോലും സൈഡ് ഇൻകം ഹസിൽ നമുക്കൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നത് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കൂടുതൽ പണം. പാസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ തന്നെ ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പാസീവ് ഇൻകത്തിനെ പറ്റി അല്ല ഞാനിവിടെ പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 5000 10,000 രൂപയാകും, 10,000 20,000 രൂപയാകും, അങ്ങനെ അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരും. പക്ഷേ പലപ്പോഴും നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു സൈഡ് ഇൻകം പരിപാടി വെച്ച് 5 ലക്ഷം രൂപ ഉണ്ടാക്കി, 10 ലക്ഷം രൂപ ഉണ്ടാക്കി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് കംപ്ലീറ്റ്ലി പോസിബിൾ ആയിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സൈഡ് ഹസിൽ എങ്ങനെ ബിൽഡ് ചെയ്യും എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ. സൈഡ് ഹസിൽ ഇൻകം എന്ന് പറയുന്ന പരിപാടി ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു വ്യൂ ഓക്കെയാണ്. കരിയർ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നവരോ അതല്ലെങ്കിൽ ചില്ല് ചെയ്യാൻ ഇഷ്ടമുള്ളവരോ മേ ബി സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും അങ്ങനെയുള്ളവർ. അത് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആണ്. ഞാൻ ഈ സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യുന്ന പരിപാടി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ പെർസ്പെക്റ്റീവിൽ സംസാരിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തത്. എന്തുകൊണ്ടാണ് സൈഡ് ഹസിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് ഞാനൊന്ന് പറയാം. പലപ്പോഴും സൈഡ് ഹസിൽ എന്നത് എക്സ്ട്രാ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അത് ഒരു ഔട്ട്കം മാത്രമാണ്. എന്തൊക്കെയാണ് വേറെ ഔട്ട്കംസ് എന്ന് ഞാനിപ്പോൾ പറയാം. ആദ്യം തന്നെ സൈഡ് ഹസിൽ ചെയ്യുന്ന ഒരാൾ നല്ല പോലെ ബിസി ആയിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഒരു സൈഡ് ഹസിൽ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ സമയം ഫുൾ നശിപ്പിക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ റിയാലിറ്റി അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ദിവസം അതല്ലെങ്കിൽ നമ്മുടെ ഡേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യും. സമയം വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കും. നമ്മൾ ജോലി ചെയ്യാനും വെറുതെ ഇരിക്കാനും ട്രാവൽ ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും സമയം സ്പെൻഡ് ചെയ്യാനും ഈ പറഞ്ഞ ഇതിനെല്ലാത്തിനുള്ള സമയം നമ്മൾ കണ്ടെത്തും. ചുരുക്കി പറഞ്ഞാൽ ഒരു സൈഡ് ഹസിൽ നമ്മുടെ സമയം സ്റ്റീൽ ചെയ്യില്ല. ആ സമയത്തിനെ റെസ്പെക്റ്റ് ചെയ്യാനാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ മിക്ക ആളുകളും പ്രൊഫഷണലി ഒരു കോഴ്സ് എടുത്ത് ഡിഗ്രി ഒക്കെ പഠിച്ചു, മുന്നോട്ട് പോയി കരിയർ ബിൽഡ് ചെയ്തു. പക്ഷേ ഇന്നത്തെ ലോകത്ത് എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. ഒരു 10 വർഷം മുമ്പേ കേട്ടിട്ട് പോലും ഇല്ലാത്ത ജോലികൾ ഇന്ന് അവൈലബിൾ ആണ്. ലക്ഷങ്ങൾ അതുവഴി ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച ഫീൽഡിൽ നിന്ന് മാറി ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല പല ആളുകളും ഇൻകം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കോഴ്സോ അതല്ലെങ്കിൽ ഡിഗ്രിയോ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആ ഒരു ചെറിയ ഏജിൽ തന്നെ മാറ്റി വെച്ചിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത സ്ട്രീം തെറ്റിപ്പോയതാണ് എന്ന് കരുതണ്ട. കൂടുതൽ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് ഗ്രോ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി ഒരു പുതിയ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മളൊരു സൈഡ് സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പാഷനെയും ക്രിയേറ്റിവിറ്റിയെയും ആ ഇൻട്രസ്റ്റിനെയും ഒക്കെ നമുക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനും സാധിക്കും. നമ്മുടെ മെയിൻ ഇൻകം റിസ്ക് ചെയ്യാതെ തന്നെ ആ ഇൻട്രസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് മേ ബി ഫോട്ടോഗ്രാഫി, ഓഫ് റോഡിങ്, റൈറ്റിംഗ്, ഡിസൈനിങ് ഇതൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും. ഇതുവരെ നിങ്ങൾ അതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഇനി മറ്റൊരു കാര്യം, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതിലും വേ മോർ എൻജോയ്മെന്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ പേഴ്സണലി നമ്മൾ സൈഡ് ഇൻകം ചെയ്ത് പണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇതിന് പല കാരണങ്ങളാണുള്ളത്. പക്ഷേ പലപ്പോഴും എനിക്ക് ഇതിൻ്റെ ഒരു മേജർ കാരണമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ മെയിൻ ഇൻകം സ്ട്രീം നമ്മൾ ഉണ്ടാക്കിയത് വളരെ ഇൻറ്റൻഷനലായി 4 വർഷത്തെ ഡിഗ്രി, പിന്നെ ഒരു ചെറിയ ജോലി, മേ ബി നമ്മൾ രാജ്യം അതിനുശേഷം വിട്ടിട്ടുണ്ടായിരിക്കും, വീണ്ടും അവിടെ ചെന്ന് കൂടുതൽ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ചെയ്താണ് നമ്മൾ അതിൽ എത്തിയത്. എന്നാൽ ഈ സൈഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യത്തിൽ നിന്നുമായിരിക്കും നമുക്ക് ഈ സൈഡ് ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇത്രത്തോളം ഇൻറ്റൻഷനലായിട്ട് വർഷങ്ങളും മാസങ്ങളും ഫീസ് ഒന്നും കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ, ഇത്രത്തോളം വാല്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മെയിൻ ഇൻകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം പേഴ്സണലി എനിക്ക് സൈഡ് ഹസിലിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് കൂടുതൽ സന്തോഷം തരാൻ സാധിക്കാറുണ്ട്. എല്ലാവരുടെയും കാര്യം ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി എങ്ങനെ ഒരു സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ ഉള്ളിൽ വെക്കേണ്ട ഒരു റിയാലിറ്റി ചെക്ക്, ഇത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അതൊരു പ്രോസസ്സാണ്. പ്രാക്ടിക്കലായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു സൈഡ് ഇൻകം നമ്മൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, ഡോണ്ട് ഫോക്കസ് ഓൺലി ഓൺ ഇൻട്രസ്റ്റ്. നമ്മൾ സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻട്രസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്നാണ്. പക്ഷേ ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഉണ്ടായി എന്ന് വരില്ല. ഇനി നമുക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെ തുടങ്ങണം അതല്ലെങ്കിൽ ചെയ്യണം എന്നില്ല. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒബ്വിയസ്ലി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർസ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ അയാൾ കാർ വാങ്ങി അത് വിൽക്കാമെന്നായിരിക്കും ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു മോശം കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് കയ്യിൽ കുറച്ച് പൈസ പോലും ഇല്ല എങ്കിൽ നമ്മളിങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് പിടിച്ചിരിക്കണം എന്നില്ല. നമുക്ക് ബോറിംഗ് ആയ ചില കാര്യങ്ങൾ ചെയ്ത് മേ ബി നമുക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കാനും ഒരു കോൺഫിഡൻസ് കിട്ടാനും ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് മാറ്റി വെച്ച് ട്രൈ ചെയ്യാം എന്നാണ്. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ ഒരു 1-2 മാസം മെനക്കെട്ടാൽ അത്യാവശ്യം സ്കില്ലുണ്ട്
ഉണ്ടാക്കി പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. എഡിറ്റിംഗ് ആവട്ടെ, തംബ്നെയിൽ ഡിസൈനിങ് ആവട്ടെ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ആവട്ടെ, കോണ്ടന്റ് സ്ട്രാറ്റജി ആവട്ടെ, സോഷ്യൽ മീഡിയ മാനേജിങ് ആയിരിക്കട്ടെ. ഞാനിപ്പോൾ കോണ്ടന്റ് ക്രിയേഷന് അറൗണ്ട് മാത്രമാണ് പറഞ്ഞത്. ഇതൊന്നും അല്ലാത്ത ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. 1-2 മാസം ഒന്ന് മെനക്കെട്ട് മോശമില്ലാത്ത സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പൈസ ഉണ്ടാക്കി തുടങ്ങാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഒരു ബേസിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്കിൽസ് നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഈ പറഞ്ഞതൊക്കെ എക്സാമ്പിൾസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ട്. ഇനി സ്റ്റെപ്പ് 2, ഇറ്റ്സ് ഓക്കെ ഇഫ് ദ സ്റ്റാർട്ടിംഗ് വർക്ക് ഫീൽസ് ബോറിംഗ്. തുടക്കം ബോറിംഗ് ആയിട്ട് തോന്നുന്നത് കംപ്ലീറ്റ്ലി ഫൈൻ ആണ്. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ പല ലെവലിൽ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. ഞാൻ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഏതൊക്കെ നിങ്ങൾ പിക്ക് ചെയ്താലും, വേറെ ഏതെങ്കിലും നിങ്ങൾ പിക്ക് ചെയ്താലും, നിങ്ങളുടെ ആദ്യത്തെ ഗോൾ എന്നത് എന്തൊക്കെയായിരിക്കണം എന്ന് ഞാൻ പറയാം. ഒന്നാമത്, ഏൺ സം മണി. ഒരുപാട് പണമല്ല, കുറച്ചെങ്കിൽ കുറച്ച്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി രണ്ടാമത്, ബിൽഡിംഗ് കോൺഫിഡൻസ്. ഇത് വളരെ കീ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യാനും സൈഡ് ഇൻകം വഴി പണം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണിത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നണ്ട. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ സാലറി അല്ലാതെ വേറെ ഒരു രൂപ പോലും ലൈഫിൽ വരുമാനമായിട്ട് കിട്ടിയിട്ടില്ലാത്ത ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാനും, സൈഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു മല മറിക്കുന്ന പണിയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളൊരു കോൺഫിഡൻസും ഒരു റിയാലിറ്റി ചെക്കും ഉണ്ടാക്കാൻ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഗോൾ എന്നത് ഈ പറഞ്ഞതൊക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. കുറച്ചൊക്കെ ബോറിംഗ് ഒക്കെ ആയി തോന്നിയേക്കാം. ഇൻട്രസ്റ്റും എൻജോയ്മെന്റും ഒക്കെ വരുന്നത് കുറച്ച് പ്രോഗ്രസ് ആയി കഴിയുമ്പോഴാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 3, ചൂസ് വൈസ്ലി. ഇനി ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ ലക്ഷങ്ങൾ സൈഡ് ഹസിൽ വഴി ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നത് എങ്ങനെയാണ് എന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളൊരു ചെറിയ ലെവലിൽ സൈഡ് ഇൻകം ഉണ്ടാക്കി. ഇനി അതൊരു ബിഗ് സ്കെയിലിൽ ചെയ്യണമെങ്കിൽ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഒന്ന്, അസറ്റ് ബേസ്ഡ് സൈഡ് ഇൻകം. 2, ഹൈ ടിക്കറ്റ്. ഇതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അസറ്റ് ബേസ്ഡ് സൈഡ് ഇൻകം. അസറ്റ് ബേസ്ഡ് സൈഡ് ഇൻകം എന്നാൽ അത് നമ്മൾ അസറ്റ് ആണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ അസറ്റും നമുക്ക് പണം തരും, അത് പണം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയി ആയിരക്കണക്കിന് അസറ്റ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം നമുക്ക് പണം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. 1, 2, 3, 4, 5, 10 വർഷം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അസറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ അസറ്റ് പോലും നമുക്ക് പണം തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിഗ്നിഫിക്കൻറ്റ് പണം നമുക്ക് ഓരോ മാസവും ഉണ്ടാക്കാനും സാധിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഇ ബുക്സ്, ടെംപ്ലേറ്റ്, അത് നോഷൻ ടെംപ്ലേറ്റ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടെംപ്ലേറ്റ് ആയിക്കോട്ടെ, അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ യൂട്യൂബ് വീഡിയോസ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ അത് എല്ലാ കാലവും നമുക്ക് പണം തരും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നല്ല ആളുകൾക്ക് വാല്യൂ കൊടുക്കുന്ന ഓൺലൈൻ കോഴ്സസ്, ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്നത് ചിലപ്പോൾ 30 മിനിറ്റ് വർക്കായിരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ ചെയ്ത എല്ലാ വർക്കും നമുക്ക് ഇൻകം തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എമൗണ്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ആയിട്ട് മാറും. ഇനി സെക്കൻഡ് ഓപ്ഷൻ, ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ്. ഇത് വളരെ സ്കിൽ ബേസ്ഡ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ല് എന്തുമാവട്ടെ, അതിൽ പതിയെ പതിയെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ടോപ്പ് ആയാൽ നമ്മുടെ ആ സർവീസ് വാങ്ങാൻ നല്ല പോലെ പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടായിരിക്കും. ക്ലയൻസിൻ്റെ എണ്ണത്തിലല്ല കാര്യം, ഓരോ ആളുകളും നമുക്ക് പേ ചെയ്യാൻ പോകുന്ന ഹൈ ടിക്കറ്റിലാണ് കാര്യം. നമ്മുടെ എക്സ്പെർട്ടീസ് ബിസിനസ്സിലാവട്ടെ, ലോയിലാവട്ടെ, യൂട്യൂബിലാവട്ടെ, ഡിസൈനിലാവട്ടെ, സ്പോർട്സിലാവട്ടെ, എന്തിലുമാവട്ടെ, ആ ലെവലിൽ നമുക്ക് സെൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽ എത്തുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നും അത്ര വലിയ എമൗണ്ട് വാങ്ങാനും സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ 2 ഓപ്ഷൻസിൽ സെക്കൻഡ് ഓപ്ഷൻ ആ സ്കില്ല് ടോപ്പ് 5% ഒക്കെ എത്തുന്ന ആളുകൾക്കാണ് എങ്കിൽ, ഓപ്ഷൻ 1 ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിൽ ഏത് വേണം എന്ന് നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്? രണ്ടാമത്, ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ നോളജ് നിങ്ങൾക്ക് ഡീപ്പ് ലെവലിൽ ഉണ്ടോ, ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റോ നിങ്ങൾക്കുണ്ടോ, അത് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തത്, നിങ്ങൾ കംഫർട്ടബിൾ ഏതിലാണ്? ഡെയിലി ഒരു 30 മിനിറ്റ്സ് യൂസ് ചെയ്ത് അസറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിലാണോ, ഓർ നന്നായിട്ട് ടൈം എടുത്ത് ആ ഒരു സിംഗിൾ സ്കില്ല് മാസ്റ്റർ ചെയ്യുന്നതിലാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ആൻസർ തന്നെ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും. റൈറ്റ് വേ എന്നോ റോങ് വേ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഫിറ്റ് ആകുന്നത് ചൂസ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് ഒരു ക്വിക്ക് പോയിന്റ്, ഒരു സൈഡ് ഹസിൽ തുടങ്ങാനായിട്ട് എല്ലാം റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ റെഡിയാണ് എന്ന് ഒരിക്കലും നമുക്ക് തോന്നാനും പോകുന്നില്ല. ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ടാണ് റിയൽ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. സൈഡ് ഹസിൽ വെറും മണി മാറ്റർ മാത്രമല്ല, ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് കൂടിയാണ്. നിങ്ങൾ ഏത് സൈഡ് ഹസലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് താഴെ നമ്മളോടും പറയും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.